ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് മാളു സ്റ്റോറീസ്. മാളു സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് സമയം ഏകദേശം ഒരു 6 മണിയൊക്കെ ആയി. നമുക്ക് ഇന്ന് അമ്പലത്തിൽ പോകണം, നമ്മൾ വണ്ടി പൂജിക്കുകയാണ്. സോ അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാമെന്ന്. ഞാനും അച്ഛനും അമ്മയുണ്ട്. അപ്പം നമ്മളിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാൻ പോവാണ്. സോ ഗൈസ്, അപ്പം നമുക്ക് വേഗം പോയി കുളിച്ച് മാറ്റണം. അമ്പലത്തിൽ പോകാൻ 6:30 ആകുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റണം. സോ നമുക്ക് വേഗം പോയി കുളിച്ച് മാറ്റാം ഗൈസ്. അപ്പം നമ്മൾ റെഡിയായി ഗൈസ്. സോ നമ്മൾ ഇനി അമ്പലത്തിലേക്ക് പോവാണ്. നേരത്തെ ഞാൻ ഉറക്ക് നോക്കിയ ആ ഒരു ഇതിലാണ് നമ്മൾ ഇൻട്രോ പറയുന്നത് ഗൈസ്. അങ്ങനെ നമ്മുടെ AKS കുട്ടപ്പനെ നമ്മളിവിടെ കുളിപ്പിച്ച് റെഡിയാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം ഗൈസ്. നമ്മളെ AKS കുട്ടപ്പൻ അങ്ങനെ കുളിച്ച് റെഡിയായിട്ടുണ്ട്. നമ്മൾ പേര് എഴുതിയിട്ടോ AKS എന്നാണ്. നമ്മൾ പണ്ടത്തെ ഓട്ടോറിക്ഷയ്ക്കും AKS തന്നെയായിരുന്നു. അച്ഛൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ. സോ അത് ബ്ലോഗിലുണ്ട്, ആർക്ക് വേണമെങ്കിലും വിളിക്കും. ഓട്ടത്തിന് കോഴിക്കോട് ഏരിയയിലുള്ള ആർക്ക് വേണമെങ്കിലും. പിന്നെ എന്താ ഗൈസ്, ബാക്കിൽ അനശ്വര ഐശ്വര്യ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പേര് എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മളിന്ന് ഇവനെ കൊണ്ടുപോയി പൂജിച്ച് വരാം ഗൈസ്. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. നമുക്ക് തൊഴുത് വന്നതിന് ശേഷമായിരിക്കും നമ്മൾ പൂജിക്കുക ഗൈസ്. അപ്പം നമുക്ക് വേഗം പോയി തൊഴുത് വരാം. നല്ല വെയിലുണ്ട്. അമ്പലത്തിൻ്റെ അകത്ത് ഫോൺ അലൗഡ് അല്ല, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു വരാം. നമ്മൾ പാലോറ ശിവക്ഷേത്രത്തിലാണ് വന്നത്. നമ്മൾ തൊട്ടടുത്തുള്ള ഗൈസ് മദർ. ഗൈസ്, ഞങ്ങളങ്ങനെ അമ്പലത്തിൽ തൊഴുതു. ഇനി നമ്മൾ വേഗം വണ്ടി പൂജിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് നടക്കുകയാണ്. ഗൈസ്, നമുക്ക് ഇവിടുന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ പ്രസാദമൊക്കെ കിട്ടും. 2 ടൈപ്പ് പ്രസാദം ഉണ്ടാവും ഗൈസ്. പക്ഷെ എനിക്ക് ഇത് മതി, അതുകൊണ്ട് ഞാൻ ഒരു ടൈപ്പ് മാത്രം എടുത്ത്. വണ്ടി പൂജിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര ബ്ലെസ്ഡ് ആൻഡ് ഭയങ്കര സന്തോഷം. കാരണം ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ആ ഒരു വണ്ടി എടുത്തതും. അപ്പോൾ അതിൻ്റെതായ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ അത് ഫൈനലി സക്സസ് ആകുമ്പോൾ. അപ്പോൾ നമ്മൾ ഇനി നേരെ വീട്ടിലോട്ടാണ്. പൂജിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്നെനിക്ക് വർക്ക് ഉണ്ട്, മിക്കവാറും വർക്ക് ഉണ്ടാവും. പോയിട്ട് നമ്മളതൊന്ന് കൺഫർമേഷൻ ആക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം ഗൈസ്. നമ്മൾ ചായ കുടിക്കാൻ കയറുകയാണ്. എന്തൊക്കെ കുടിക്കുന്നതെന്ന് കാണിച്ചു തരാം. പൊറോട്ട, ബാജി, കടലക്കറി, മേൽ പറഞ്ഞ കടികളൊക്കെ തന്നെയുള്ളൂ ഇവിടെ. ഗൈസ്, നമുക്ക് ഈവനിങ് തറവാട്ടിൽ വിളക്കെത്തിക്കാൻ പോകണം. അതുകൊണ്ടാണ് നമ്മൾ പച്ചക്കറിയിൽ ഒതുക്കിയത്. ഇപ്പോൾ ഫുഡ് വാങ്ങിക്കൊടുത്താലും ഒരു 3 മണിക്കൂർ ഇരുന്ന് തിന്നുന്ന അമ്മ. ഞാനും അച്ഛനും ഷടയെന്ന് പറഞ്ഞ് എണീക്കും. ഇത് ഡെയിലി സ്ഥിരമാണ് ഗൈസ്. ഇങ്ങനെ കാത്തിരിക്കണം 1 മണിക്കൂർ അമ്മേനെ. അമ്മക്ക് ആദ്യം ഫുഡ് വാങ്ങിക്കൊടുത്ത് ഞങ്ങൾ ഇരിക്കുന്നതായിരിക്കും ബെറ്റർ ഗൈസ്. നമ്മൾ അമ്പലത്തിൽ പോയി വന്നു. നല്ല അടിപൊളി ജ്യൂസ് ഹെൽത്തിയാണ് ഗൈസ്. രാവിലെ തന്നെ സൗന്ദര്യവർദ്ധനവ്, വെയിറ്റ് ലോസ്. അടിപൊളിയാണ് ഗൈസ. അച്ഛൻ അടിച്ചാണ് ഗൈസ്. അമ്മേൻ്റെ എക്സ്പ്രഷൻ കാരണം അമ്മ അടിച്ചാണ് ഗൈസ്. അച്ഛനാണ് ഇതിൻ്റെ പുറകിൽ ഐറ്റംസ് ഒക്കെ ആഡാക്കി ഇതിന് അമ്മ ജ്യൂസ് അടിച്ചു കൊടുത്തു ഗൈസ്. ഡെയിലി ഇതൊന്ന് കൊടുത്താൽ ഇതൊന്ന് കുടിച്ചാൽ. പല ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് എന്താണ് സൗന്ദര്യത്തിൻ്റെ രഹസ്യം. ചുമ്മാ പറഞ്ഞ ഗൈസ്. നമുക്ക് ഇനിയും പോയി മാറ്റിയിടാം. വർക്കുണ്ട്. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓട്ടോ അന്ന് നമ്മൾ എടുത്ത സമയത്തും ഇപ്പോഴും എനിക്ക് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ ഞാൻ അമ്പലത്തിൽ പോയ സ്റ്റോറിയൊക്കെ വെച്ച സമയത്ത് എത്ര എമൗണ്ട് ആയി എന്നുള്ളത്. ടോട്ടൽ 3.5 ലക്ഷം രൂപയായി ആ ഒരു വണ്ടിക്ക്.
അപ്പം അതാണ് അതിൻ്റെ പ്രൈസ്. ചോദിച്ചവർക്കുള്ള ഉത്തരമാണ് ഗൈസ്. ഞാൻ ഓരോരുത്തർക്ക് റിപ്ലൈ കൊടുക്കാനോ പോസിബിൾ അല്ല, കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം 3.5 ലക്ഷം രൂപ വരുന്നുണ്ട് ആ ഒരു മുതലിന്. നമ്മൾ ഞാൻ പിന്നെയും പറയാം, നമ്മൾ അത്രയും ആഗ്രഹിച്ചും ആശിച്ചും വാങ്ങിയൊരു സംഭവമാണ് സത്യം പറഞ്ഞാൽ. പുറമേ നിന്ന് കാണുന്നവർ ഒരുപാട് ഒരു ഓട്ടോറിക്ഷ അല്ലേ ഇത്ര ഹൈപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. പക്ഷേ ഓട്ടോറിക്ഷ ആണെങ്കിൽ പോലും എൻ്റെ വീട്ടിലേക്ക് ഒരു അന്നം തരുന്നൊരു സംഭവമാണ്. അപ്പം അതിനെ നമ്മൾ എന്താ പറയുക, പൂജിക്കുക, കാര്യങ്ങളൊക്കെ ചെയ്ത്, നമുക്കറിയാലോ അതൊക്കെ ഒരു സത്യമുള്ളൊരു സംഭവം, ഒരു വാഹനമല്ലേ, ഒരുപാട് പേരെ യാത്ര ചെയ്യിപ്പിക്കുന്ന ഒരു സംഭവമല്ലേ. അപ്പം അങ്ങനെയാണ് അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്തായാലും ഭയങ്കര സന്തോഷം കഴിച്ചു. എനിക്ക് ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിലും അപ്പുറമാണ്. ഗൈസ് അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി റെഡി ആയിരിക്കുകയാണ് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായി ഗൈസ്. അപ്പം അതുവരെ ഞാൻ കുറച്ച് നേരം എൻ്റെ കുറച്ച് വർക്കും കോളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി ഫുഡ് കഴിച്ചിട്ടായിരിക്കും മിക്കവാറും വർക്കിന് ഇറങ്ങുക. നമുക്ക് കോൾ വന്നില്ല, കോൾ വരുന്ന സമയത്ത് നമുക്ക് പോയാൽ മതി. അപ്പം അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കോളിന്. അമ്മയും അച്ഛനും പണിക്ക് പോയി, ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് നേരം TV കാണണം ഗൈസ്. അതാണ് ഇന്നത്തെ ഇനി മെയിൻ ദൗത്യം, വിളി വരുന്നവരെ. അപ്പം നമുക്ക് കുറച്ച് നേരം TV കാണാം ഗൈസ്. ആരും എന്നെ കണ്ട് പേടിക്കരുത്. സത്യം പറഞ്ഞാൽ നല്ല ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനൊരു പാക്ക് ഇട്ടിരിക്കുകയാണ്. ഫേസ് നല്ല ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇത് വാഷ് ചെയ്യണം. അപ്പം ഇന്ന് വർക്ക് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും പാക്ക് ഇടാമെന്ന് വിചാരിച്ചു. വർക്ക് ക്യാൻസലായി, നാളത്തേക്ക് മാറ്റി. അപ്പം ഇനി നമുക്ക് പാക്കൊക്കെ കഴുകാം. ഇത് നല്ലൊരു പാക്കാട്ടോ. ഇത് എന്താണെന്നുള്ളത് ഞാനൊരു ഷോർട്ട് വീഡിയോ ഞാൻ കൊടുക്കാം. അടിപൊളി പാക്കാണ്. സ്കിന്നൊക്കെ അത്യാവശ്യം നന്നായിട്ട് വലിയും, ടാനിനെ മൊത്തം വലിച്ചെടുക്കുന്നത്. നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ട് നോക്കാം. ഇതിൻ്റെ റിസൾട്ട് നല്ല അടിപൊളിയാണ്. ഫുൾ ടാൻ റിമൂവ് ആയി. കാരണം ഞാൻ ഓൾറെഡി കുറച്ച് മേക്കപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, ലിപ്സ്റ്റിക്കും കണ്ണൊക്കെ. കാരണം പോകാനുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഡ്രസ്സും വേറെ ആയിരുന്നല്ലോ ഇട്ട്, നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ പോകാനുണ്ടെങ്കിൽ വേഗം എടുത്തിറങ്ങി ഓടാം എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് ഇരുന്നത്. അപ്പോൾ നമ്മൾ ഡ്രസ്സ് മാറ്റി ഇനി നമ്മൾ നേരെ ഫുഡ് കഴിക്കണം. വിശക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് പാക്കലാം. നല്ല റിസൾട്ട് ആട്ടോ ഇത്. ആക്ച്വലി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വരുന്ന കാപ്പിയാണ്. നമ്മൾ പുറമേ നിന്ന് വാങ്ങുന്ന നോർമൽ കാപ്പിപ്പൊടിയല്ല ഞാൻ യൂസ് ചെയ്തത്. പുറമേ നിന്ന് വാങ്ങുന്ന കാപ്പിപ്പൊടിയും നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളല്ലാത്ത കുരുവൊക്കെ പൊടിച്ച് സെറ്റാക്കുന്ന കാപ്പിപ്പൊടിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ബട്ട് അടിപൊളിയാണ് ഗൈസ്, നൈസ് ഗൈസ്. അങ്ങനെ ഉച്ചയ്ക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ച്, ഫുഡൊന്നും കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. കാരണം എനിക്ക് ഓർമ്മയില്ല ഇത് നമ്മൾ വ്ളോഗ് എടുക്കാന്നുള്ള കാര്യം. അങ്ങനെ ഫുഡ് കഴിച്ച് ഇപ്പം ഏകദേശം ഒരു 3:30-4 മണിയൊക്കെ ആയി. ഞാൻ കുറച്ച് നേരം ഫോണിൽ ഗെയിമൊക്കെ കളിച്ചിരുന്ന്, പിന്നെ കുറച്ച് എഡിറ്റിംഗ് വർക്കൊക്കെ ഉണ്ടായിരുന്നു വ്ളോഗിൻ്റെ ഒക്കെ. അപ്പോൾ അതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് നമ്മുടെ വണ്ടി തറവാട്ടിലേക്ക് കൊണ്ടുപോവാണ്. തറവാട്ടിൽ അവിടെ ഒരു വിളക്കും കാര്യങ്ങളൊക്കെ വെക്കുന്നതാണ്. അപ്പോൾ അവിടെ ഒന്ന് കൊണ്ടുപോകണം. നമ്മൾ വണ്ടി എടുത്തതിന് ശേഷം പോയില്ല. അപ്പം അങ്ങോട്ടാണ് പോകുന്നത്. അപ്പം അങ്ങോട്ട് പോകുന്ന വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഗൈസ്. അപ്പം അമ്മ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. അച്ഛൻ ഓട്ടത്തിലാണ് ഓൾറെഡി. അപ്പം ടൈം ആകുമ്പം വിളിക്കും. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും. ഇത് നമ്മൾ ഒരുമിച്ച് പോകും ഗൈസ്. അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ നമ്മളിതാ തറവാട്ടിലെത്തി. ഇതാണ് നമ്മുടെ തറവാട്. പ്ലസ് നമ്മളിതാ ഇവിടെയാണ് പ്രാർത്ഥിക്കാൻ വിളക്കൊക്കെ ചെയ്യുക. അപ്പം അച്ഛൻ വിളക്ക് വെക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുവരെ നമ്മളിവിടെ ഇരിക്കും, പ്രാർത്ഥിക്കും. നമുക്കത് കഴിഞ്ഞിട്ട് കാണാം. ഗൈസ് അങ്ങനെ നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് നമ്മുടെ വണ്ടിയൊക്കെ അവിടെ നിന്ന് പൂജിക്കുകയൊക്കെ ചെയ്തു. നമ്മൾ നേരെ തിരിച്ചു വരികയാണ്. ഫാമിലിയിൽ ഓൾമോസ്റ്റ് എല്ലാ മെമ്പേഴ്സും ഉണ്ട് ഗൈസ്. അവിടെ നിന്ന് കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തു. ഗൈസ് അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോൾ ഭയങ്കര മന്തി കഴിക്കാനുള്ള ക്രേവിങ്സ്. ഞാനൊരു മന്തി അടിക്കണമെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. നമ്മളങ്ങനെ മന്തി വാങ്ങി വീട്ടിലോട്ട് പോവാണ്. അമ്മക്ക് അച്ഛനും മന്തി വേണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ചപ്പാത്തിയാണ്. അപ്പോൾ നാളെ തൊട്ട് ഞാൻ ചപ്പാത്തി ചെയ്ത് അപ്പോൾ നമ്മൾ വീട്ടിൽ പോയിട്ട് മന്തി സാധനം കുറച്ച് സാധനം മേടിക്കാണ്ട് ഫ്രൂട്ട്സ് ഐറ്റംസൊക്കെ അതൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ ഗൈസ്. അങ്ങനെ അച്ഛൻ സാധനം മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. മദർ ഇതർ ഓട്ടോറിക്ഷയിൽ ഇരിക്കുന്നു ഗൈസ്.